ഇന്ന് ആക്ച്വലി ഒരു റെഗുലർ വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഇഡലിക്കട ഫാമിലി ആയിട്ട് നടക്കുന്ന ഒരു ഇഡലിക്കടയാണ്. ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷം ആവത്തേ ഉള്ളൂ. അപ്പം നാളെ നമുക്കൊരു വലിയ ബൾക്ക് ഓർഡർ ഉണ്ട്. മൊത്തം ഒരു ടീമിന് 500 ഇഡലി, ഒരു ടീമിന് 150 ഇഡലി, 140, മൊത്തം ഏകദേശം 200 വടയും വേണം. പിന്നെ നമ്മുടെ കടയിൽ ഡെയിലി ഒരു 300-400 ഇഡലി വെച്ചിട്ട് ഡെയിലി പോകുന്നുണ്ട്. അപ്പം ആക്ച്വലി നാളെ ഏകദേശം ഒരു 1000 ഇഡലിയുടെ ഒരു റിക്വയർമെന്റ് ഉണ്ട് നാളെ രാവിലെ. ഫസ്റ്റ് ടീമിന് 6:45 കൊടുക്കണം, സെക്കൻഡ് ടീമിന് 7:30 കൊടുക്കണം. അപ്പം ഇത് ഫുൾ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ 1000 ഇഡലി ഒരു ദിവസം ഹയസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പറയുന്ന ഒരു സാധനം ഒരു ഡോക്യുമെന്റേഷൻ പ്രോസസ്സായിട്ട് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് ചെയ്തു നോക്കാം. അപ്പം ഇതിന് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇതിന് പൊതുവേ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകും. വെജിറ്റബിൾസ്, ആവശ്യമായിട്ടുള്ള തേങ്ങ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഒരു 2-2:30 ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഈ പ്രിപ്പറേഷൻ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി വെജിറ്റബിൾസ് ഒക്കെ ഇന്ന് രാത്രി തന്നെ ചിലപ്പോൾ അരിയും, അല്ലെങ്കിൽ നാളെ രാവിലെ 2 മണിക്ക് എണീച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതൊരു 3 സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഇനിഷ്യലി നമ്മുടെ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, രണ്ടാമത് പോയി തിരിച്ചു വരുന്നതും കാണും ഫസ്റ്റ് പാർട്ട് തന്നെ. രണ്ടാമത് വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം നാളെ ഉണ്ടാക്കണം രാവിലെ. മൂന്നാമത് ഈ പറയുന്ന 2 ടൈം സ്ലോട്ടിനുള്ളിൽ 2 ടീമിനും കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കട തുറക്കണം. അപ്പം ഇത് മൊത്തം എനിക്കൊന്ന് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് തോന്നി. നാളെ നമ്മൾ മൊത്തം ഏകദേശം 1000 ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി എക്സൈറ്റഡ് ആണ്. വീഡിയോയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ വീഡിയോ ഒരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ടൊന്നും ഉള്ളതായിരിക്കത്തില്ല, കാരണം സൗണ്ട് എനിക്കറിയില്ല, ലൈറ്റൊന്നും പ്രോപ്പർ അല്ല, അത്രയ്ക്കുള്ള എക്യുപ്മെന്റ്സ് ഒന്നും നമുക്ക് ആയിട്ടില്ല. ഇതെന്തായാലും ഞാൻ ചെയ്യുന്നു. അപ്പോൾ വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ ഈ കടയിൽ നിന്ന് എണ്ണ, പലവ്യഞ്ജന സാധനങ്ങൾ, പിന്നെ ഉപ്പ്, വടപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിൽ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. നമ്മൾ ഈ മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചാണ് എടുക്കുന്നത്. എല്ലാ സാധനങ്ങളും മേടിച്ച് ഇതാ വീടെത്തി. പിന്നെ അതേ ആ കാണുന്നതാണ് നമ്മുടെ ഇഡലിക്കട. ശുദ്ധചക്ര എന്നാണ് കടയുടെ പേര് വരുന്നത്. ആക്ച്വലി ഇന്നത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നാളെ രാവിലെ ഒരു 2 മണിക്ക് എണീച്ചിട്ട് കട്ടിങ് പ്രിപ്പറേഷൻ പരിപാടിയൊക്കെ തുടങ്ങണം. പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ കാണാം. ഓരോ പരിപാടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ടീമിന് 500 ഇഡലി, ചമ്മന്തി, പിന്നെ അവർക്ക് വേണ്ടുന്ന തക്കാളി ചമ്മന്തി. ചമ്മന്തി തന്നെ 2 ഐറ്റംസ് ഉണ്ട്. ഒന്ന് കോക്കനട്ടും 2 ടൊമാറ്റോയും, 2ഉം കൊടുക്കണം. പിന്നെ സാമ്പാർ, പിന്നെ അവർ 140 വട പറഞ്ഞു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആദ്യം ഫസ്റ്റ് സ്ലോട്ട് 6:45 നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ടീമിന് 100 എണ്ണമാണ്. 100 ഇഡലി, 40 വട, 40 വട, വേണ്ടുന്ന തക്കാളി, കോക്കനട്ട്, സാമ്പാർ. ഞാൻ ഇവിടെ തേങ്ങയൊക്കെ തിരുവി തുടങ്ങി. മമ്മി അടുക്കളയിൽ വെജിറ്റബിൾസ് കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ മുകളിലേക്ക് പോയി ഇഡലി ഉണ്ടാക്കി തുടങ്ങാൻ. നമ്മളിപ്പോഴേ തുടങ്ങിയാലേ അതൊരു ഇതിലേക്ക് വരത്തുള്ളല്ല. ഞാൻ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ മുകളിലോട്ട് പോകുമ്പം ഇഡലി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ സാമ്പാർ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ അച്ഛൻ ദാ ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് സാമ്പാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെന്തുകൊണ്ടിരിക്കുകയാണ്, കഷ്ണങ്ങളെല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സൈഡിൽ ഇതാ ഇഡലി വെച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ സാമ്പാർ സെറ്റ് ചെയ്യുന്നു. ഇതിന് ഈ കളറൊന്നും അല്ല, ഇപ്പോൾ മറ്റേ ഇതൊന്നും ഇട്ടിട്ടില്ല, മസാല ഒന്നും ഇട്ടിട്ടില്ല ഇതിനകത്ത്. ഞാൻ പാല് മേടിക്കാൻ വേണ്ടി പോയത്. ഇഡലി ഏകദേശം ഫസ്റ്റ് ടീമിനുള്ള ഇഡലി സെറ്റായി. തേങ്ങ ഞാൻ ചിലവ് കൊടുത്തു. പിന്നെ തക്കാളി ചമ്മന്തിക്കുള്ളതായി. ഇനി ആക്ച്വലി സാമ്പാറിൻ്റെ കുറച്ച് ഫൈനൽ പരിപാടിയും ചായയും കൂടി ഉള്ളു. ഞാൻ പാല് മേടിച്ച് തിരിച്ചു പോകും. ഞാൻ ഇഡലി പാത്രം കാണിച്ചു തരാം. ഇഡലി ആയിട്ടുണ്ട്. ഇത് മൊത്തം 500 എണ്ണം ഉണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു കണക്ക് വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തം 60 വടയായി. ഇനി ബാക്കി ഒരു 40 വടയും കൂടെ ഉള്ളൂ. ഇനി ഞാൻ ഇഡലി കാണിച്ചു തരാം. ഇതായിരിക്കുന്ന ഇത് കണ്ട, ഇതിനകത്ത് ആക്ച്വലി 300 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്തൊരു 80 എണ്ണം കൂടെ. ഇനി മൊത്തം 120 കൂടെ ബാക്കിയുണ്ട്. അത് മകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി 120 ഇഡലി, ചായ, 40 വട, ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. അത് ഞാൻ ഇനി താഴോട്ട് കൊണ്ടുവരണം. ഓക്കെ, അതുകൊണ്ട് ഇതാണ് തക്കാളി ചമ്മന്തി. തക്കാളി ചമ്മന്തി ഇനി ഒരു ബോക്സും കൂടെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് തേങ്ങാ ചമ്മന്തി. അടിപൊളി മണം. ഇനി വട 40, ചായ, പിന്നെ ഒരു 120 ഇഡലിയും കൂടെ. ബാക്കി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഫസ്റ്റ് 6:45 ഇത് കഴിഞ്ഞു. ഇപ്പം സമയം 6 മണിയായി. സമയം ഇപ്പം 6 മണിയായി. ഇനി ഒരു 15 മിനിറ്റ് അല്ല 15 അരമണിക്കൂറിനുള്ളിൽ എല്ലാ പരിപാടിയും തീരും. അവർ 6:45 വന്ന് എടുത്തോളാം എന്നാണ് പറഞ്ഞത്. പിന്നെ അവരൊന്ന് വിളിച്ച് പറയണം, വേണമെങ്കിൽ നേരത്തെ വന്ന് എടുത്തോളാം. പരിപാടി കഴിഞ്ഞു. ഫസ്റ്റ് ടീമിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു ടീമും കൂടെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത് സെറ്റ് ചെയ്ത് തുടങ്ങണം. ഇത് നമ്മുടെ കട. ഫസ്റ്റ് ടീമിൻ്റെ ഫുഡ് സെറ്റ് ചെയ്ത് അവരിത് ആ കാറിലെല്ലാം എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മിഷൻ കംപ്ലീറ്റഡ്. ഫസ്റ്റ് ടീം കഴിഞ്ഞു. കുറേ കഴിഞ്ഞ് ഞങ്ങൾ കടയൊക്കെ തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് ടീമും വന്ന്. ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യിലാണ് കൊടുത്തത്. അച്ഛനാണെങ്കിൽ വെർട്ടിക്കലിലൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ ഇത് ക്രോപ്പ് ചെയ്താണ് ഈ ക്ലിപ്പ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഭാഗ്യത്തിന് ഇതെങ്കിലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതെങ്കിലും ഇടാൻ പറ്റുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് 1000 ഇഡലി ഫുൾ എല്ലാവർക്കും കൊടുത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം ഏകദേശം 8:15 രണ്ടാമത്തെ ടീം സത്യം പറഞ്ഞാൽ 7:30 വരാമെന്നാണ് പറഞ്ഞത്. അവർ കുറച്ച് ലേറ്റായി. പക്ഷെ എന്താണെങ്കിലും നമ്മളെ സൈഡിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. കറക്റ്റ് സമയത്ത് നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്ത് ഇന്നത്തെ രാവിലത്തെ പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. അപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ 3-4 പേരെ ഉള്ളു ഇവിടെ മൊത്തത്തിൽ. അപ്പം എല്ലാം കൂടെ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുമില്ല. എൻ്റെ മാക്സിമം ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇങ്ങനെ ടേൺ ഔട്ട് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പം ഈ ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പം ഇരുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡൈനിങ് സ്പേസ് കുറച്ച് കൂട്ടാനായിട്ടുള്ള വർക്കൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു എക്സ്പാൻഷൻ വീഡിയോ അത് സത്യം പറഞ്ഞാൽ വർക്ക് ഇപ്പം ഇതിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഞാൻ കുറേ മുമ്പ് എന്ന് വെച്ചാൽ പർച്ചേസിനും പ്ലാനിങ്ങിനും എല്ലാത്തിനും കൂടെ ഞാൻ ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ചിലപ്പോൾ 1 മണിക്കൂർ വരെയൊക്കെ പോകും. പക്ഷെ എന്നാലും ഇവിടെ നടക്കുന്ന ഫുൾ കാര്യങ്ങൾ ഞാനൊരു ഡോക്യുമെൻ്ററി പോലെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് എന്ന് വരും എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഉദ്ദേശം ഓണം കഴിഞ്ഞ ഉടനെ ഈ കട ഫുള്ളായിട്ട് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതി ചെയ്യണമെന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. എന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങൾ ചെയ്തു എന്നുള്ളൊരു ഉറപ്പിൽ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു. എന്നാ പിന്നെ ഞാൻ പൂക്കളിടുന്ന അവിടെ വരെ പോയിട്ട് അവിടെ കുറച്ച് പെമ്പിളാനിങ്ങുണ്ടാവും.